ജനാധിപത്യ സമൂഹം പറയുന്നത്. ഇത് മതങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റിയ ഒരു സംഗതിയല്ല. എന്താ മതത്തിന്റെ സംസ്കാരം? മതത്തിൽ ജനാധിപത്യമുണ്ടോ? ഇല്ല. മതത്തിൽ മതം മാത്രമേ ശരിയുള്ളൂ. ആ മതത്തിനെതിരായിട്ട് അല്ലെങ്കിൽ ആ മതത്തിന്റെ പേരിൽ അധികാരത്തിലിരിക്കുന്ന ആളുകളുടെ അഭിപ്രായങ്ങൾക്കെതിരായിട്ട് ഒരു വാക്കുമിണ്ടിയാൽ, ഒരു നോട്ടീസ് പ്രസിദ്ധീകരിച്ചാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് ചിന്തിക്കുന്നു എന്ന് അവർക്ക് തോന്നിയാൽ ഉടനെ ഉന്മൂലനം ചെയ്യപ്പെടും. അതാണ് പ്രാകൃതമായിട്ടുള്ള ഗോത്ര സംസ്കാരം. ആ ഗോത്ര സംസ്കാരത്തിന്റെ മൂല്യങ്ങളെ ഇന്നും ജനാധിപത്യ സമൂഹത്തിലും മനുഷ്യൻ ചോരയിൽ കൊണ്ടു നടക്കുന്നു. അതിന്റെ പ്രതിഫലനമാണ് ചന്ദ്രശേഖരന്റെ മതത്തിലൊക്കെ അവിടെ എത്തിയത്. ഇത് മതവിശ്വാസികൾക്ക് മാത്രമല്ല ഈ അസുഖമുള്ളത്. ഏതെങ്കിലും ഒരു തത്വശാസ്ത്രത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അന്ധമായി അള്ളിപ്പിടിച്ചുകൊണ്ട് അതിനപ്പുറത്തുള്ളവരെല്ലാം ഉന്മൂലനം ചെയ്യപ്പെടുന്നവരാണ് എന്ന് ചിന്തിക്കുന്ന പ്രാകൃതമായിട്ടുള്ള ചിന്താഗതികൾ വെച്ചു പുലർത്തുന്ന, ഫാസിസ്റ്റ് ചിന്താഗതികൾ വെച്ചു പുലർത്തുന്ന ആളുകൾ മതവിശ്വാസികളുടെ ഇടയിൽ മാത്രമല്ല ഭൗതിക പ്രത്യയശാസ്ത്രത്തിന്റെ ആളുകളുടെ ഇടയിലുമുണ്ട്. അവരാണ് ഇത്തരത്തിലുള്ള ഭീകരമായിട്ടുള്ള അറുകൊലകൾ നടത്തുന്നത്. ജനാധിപത്യ സംസ്കാരത്തിൽ അത്തരം കൊലകളല്ല, ഒരു ഹിംസയും നടത്താൻ പാടില്ല. ഒരാൾക്ക് ഉപദ്രവകരമായ വാക്കുകൾ പോലും ഉപയോഗിക്കാതെ നമുക്ക് നമ്മുടെ ആശയങ്ങളെ പങ്കുവെക്കാൻ കഴിയണം. അതാണ് ജനാധിപത്യത്തിന്റെ സംസ്കാരം എന്ന് പറയുന്നത്. പക്ഷെ മതം വിട്ടുപോകുന്നതിനെ കൊല്ലണം, മുർത്തതിനെ കൊല്ലണം. അത് തന്നെയാണ് ഇപ്പോ കണ്ണൂരിലെ CPM-ന്റെ ഒക്കെ അവസ്ഥ. പ്രസ്ഥാനം വിട്ടുപോയ അവരെ കൊല്ലുക, അങ്ങനെയാണോ? അത് ഫാസിസമാണ്. അത് ഗോത്രകാലത്തെ സ്വഭാവമാണ്. നമ്മുടെ ഗോത്രത്തിന്റെ നിയമം ലംഘിച്ച് ഗോത്രം വിട്ടു പോകുന്നവനെ അങ്ങ് കൊന്നുകളയുക എന്നുള്ളത് പഴയ ഗോത്ര നിയമം. അതാണ് ഇസ്ലാമിലെ നിയമം. മുർത്തത്തിനെ കൊല്ലുക, മുർത്തതായി പോയാൽ കൊല്ലണം എന്നാണ് ഇസ്ലാം. പ്രാകൃതമാണ് ഗോത്രകാല നിയമം. ഞാൻ പറയുന്നത് ജനാധിപത്യം 18ാം നൂറ്റാണ്ടോടുകൂടി ലോകത്ത് വളർന്നു വന്നിട്ടുള്ള, വ്യാവസായിക വിപ്ലവത്തോടൊപ്പം വളർന്നു വന്നിട്ടുള്ള ചിന്താ സ്വാതന്ത്ര്യം, ആ ചിന്താ സ്വാതന്ത്ര്യത്തിന്റെ ഉൽപ്പന്നമാണ്, സ്വതന്ത്ര ചിന്തയുടെ യുക്തിവാദത്തിന്റെ ഉൽപ്പന്നമായിട്ടാണ് ജനാധിപത്യം, മനുഷ്യാവകാശങ്ങൾ, ലിംഗ സമത്വം, മതനിരപേക്ഷത തുടങ്ങിയിട്ടുള്ള മൂല്യസങ്കല്പങ്ങൾ രൂപപ്പെട്ടു വന്നത്. ഈ മൂല്യങ്ങളൊക്കെ ആധുനിക യുക്തിവാദത്തിന്റെ, യുക്തിചിന്തയുടെ, സ്വതന്ത്ര ചിന്തയുടെ ഉൽപ്പന്നങ്ങളാണ്. ഈ മൂല്യങ്ങൾക്കാണ് ഇന്ന് ലോകം പ്രാധാന്യം നൽകുന്നത്. ഗോത്രകാല മൂല്യങ്ങളെ മനുഷ്യർ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഹിംസക്കെതിരാണ് മനുഷ്യന്റെ മനസാക്ഷി. അത് ഹിംസക്കെതിരായി വളർന്നുകൊണ്ടിരിക്കുന്നു. രാജഭരണകാലത്ത്, ഏകാധിപത്യ ഫാസിസ്റ്റ് ഭരണകാലത്തുള്ളതുപോലെ മനുഷ്യനെ ഹിംസിക്കാനുള്ള ത്വര ഇന്ന് മനുഷ്യരിൽ കുറഞ്ഞു വരുന്നു, സാധാരണ മനുഷ്യരിൽ. പക്ഷേ ആ ഹിംസാത്മകമായ സ്വഭാവം നിലനിൽക്കുന്ന ഭരണാധികാരികളാണ് ലോകത്ത് പല ഭാഗത്തു നിന്നുള്ളത്. യുദ്ധം മനുഷ്യ സംസ്കാരത്തിൽ വിട്ടൊഴിയാത്ത ഒരു തിന്മയായിട്ടുണ്ടായിരുന്നു. എന്നും ഗോത്രകാലം മുതൽ ആധുനിക കാലം വരെ മനുഷ്യൻ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോഴും യുദ്ധം നടക്കുന്നു. പക്ഷേ ഇന്ന് നിങ്ങൾ ലോകത്തേക്ക് കണ്ണു തുറന്നു നോക്കൂ. ഏറ്റവും അവസാനം നടന്ന യുദ്ധത്തിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യർ തെരുവിലിറങ്ങി യുദ്ധത്തിനെതിരായ വികാരം പ്രകടിപ്പിച്ചു. അല്ലേ? ലോകത്തുള്ള മുഴുവൻ പരിഷ്കൃത രാജ്യങ്ങളിലും ആ യുദ്ധത്തിൽ പങ്കെടുത്ത ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ്, അമേരിക്ക തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളുടെ തലസ്ഥാന നഗരികളിൽ പോലും, അതായത് ബുഷിന്റെയും ടോണി ബ്ലെയറിന്റെയും ഒക്കെ മൂക്കിന് താഴെ പോലും ദശലക്ഷക്കണക്കിന് സ്ത്രീ പുരുഷന്മാർ തെരുവിലിറങ്ങിക്കൊണ്ട് പലയിടത്തും തുണി ഉരിഞ്ഞെറിഞ്ഞുകൊണ്ട്, അതാണ് പാശ്ചാത്യരുടെ പ്രതിഷേധത്തിന്റെ ഏറ്റവും പാരമ്യം രൂപം. അതാണ് തുണി ഉരിഞ്ഞെറിഞ്ഞുകൊണ്ട് ശയന പ്രദർശനം നടത്തിക്കൊണ്ട് യുദ്ധവിരുദ്ധ വികാരം പ്രകടിപ്പിച്ചു. ഈ ഇറാഖ് യുദ്ധത്തിന്റെ കാലത്ത് ലോക ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഇത്രയും വലിയൊരു വികാരം യുദ്ധത്തിനെതിരായിട്ട് ലോകത്ത് ഉയർന്നു വന്നില്ല. നിങ്ങളൊക്കെ വെറും കുറ്റവാളി എന്ന് ആക്ഷേപിക്കുന്ന ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെൽ-അവീവിൽ പോലും 12 ലക്ഷത്തിലധികം ആളുകളാണ് ആ യുദ്ധത്തിനെതിരായിട്ട് പ്രതിഷേധ പ്രകടനം നടത്തിയത്. കാരണം ജനാധിപത്യത്തിന്റെ വളർച്ച, ജനാധിപത്യ സംസ്കാരം വളർന്നിട്ടുള്ള എല്ലാ മനുഷ്യ സമൂഹങ്ങളിലും ഹിംസക്കെതിരായി, സമാധാനത്തിന് വേണ്ടി, മാനവികതയ്ക്ക് വേണ്ടിയുള്ള
മൂല്യസങ്കല്പങ്ങൾ വളർന്നു വന്നു. പക്ഷേ ജനാധിപത്യമെന്ന കേട്ടുകേൾവി പോലുമില്ലാത്ത ചില മതരാജ്യങ്ങളുണ്ട് ലോകത്ത്. സൗദി അറേബ്യ മുതൽ ഗൾഫ് രാജ്യങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ, ഏതെങ്കിലും ഒരു രാജ്യത്ത് 4 ആൾ ഒരു കൊടിയും പിടിച്ച് ജാഥ നടത്തുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യത്ത് ഒരു പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ 2 നോട്ടീസ് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടോ? ഇസ്ലാമിക മുസ്ലിം രാജ്യമായ ഇറാഖിനെയാണ് സാമ്രാജ്യത്വത്തിന്റെ കഴുകന്മാർ വന്ന് ബോംബെറിഞ്ഞ് ആക്രമിച്ചുകൊണ്ടിരുന്നത്. അവിടെയുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെയാണ് കൊന്നൊടുക്കിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് ഒരു മുസ്ലിം രാജ്യം ഈ രീതിയിൽ ഭീകരമായി ആക്രമിക്കപ്പെടുമ്പോൾ പോലും ലോകത്ത് ഒരൊറ്റ മുസ്ലിം രാജ്യത്തും ഒരൊറ്റ ഇസ്ലാമിക രാജ്യത്തും യുദ്ധത്തിനെതിരായ 4 ആൾ നടത്തുന്ന ഒരു ജാഥ പോലും നമ്മൾ കണ്ടില്ല. എന്താ കാരണം? രാജഭരണം, ഏകാധിപത്യ ഭരണം, ജനാധിപത്യത്തെക്കുറിച്ചും മനുഷ്യാവകാശങ്ങളെക്കുറിച്ചും കേട്ടുകേൾവി പോലും ഇല്ലാത്ത പ്രാകൃത ജനത അവരെവിടുന്ന യുദ്ധത്തിനെതിരെ പ്രകടനം നടത്തുന്നു? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. ആധുനിക മനുഷ്യ സമൂഹം ലോകത്ത് ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യം, മതനിരപേക്ഷത, അതുപോലെ തന്നെ ലിംഗസമത്വം, സ്ത്രീയും പുരുഷനും മനുഷ്യരാണ് എന്ന ബോധം, തുല്യ മനുഷ്യരാണ് എന്ന ബോധം, ലിംഗസമത്വം, മനുഷ്യാവകാശങ്ങളെ കുറിച്ചുള്ള ആധുനിക സങ്കല്പങ്ങൾ, ഇതെല്ലാം തന്നെ പുതിയ നൂറ്റാണ്ടിൽ, ആധുനിക നൂറ്റാണ്ടുകളിൽ 18 മുതൽ 19, 20, 21 നൂറ്റാണ്ടുകളിൽ സ്വതന്ത്ര ചിന്തയുടെ ഫലമായി ലോകത്ത് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള സാമൂഹിക മൂല്യങ്ങളാണ്. ഈ മൂല്യങ്ങളൊന്നും മതഗ്രന്ഥങ്ങൾ സംഭാവന ചെയ്തതല്ല, ഏതെങ്കിലും ദൈവങ്ങൾ ആകാശത്തു നിന്ന് നൂലിൽ കെട്ടിയിറക്കിയതല്ല, ഏതെങ്കിലും പ്രവാചകന്മാർ കിതാബുമായി വന്ന് പറഞ്ഞതല്ല. മറിച്ച് മതങ്ങളെയും ദൈവങ്ങളെയും ഒക്കെ ചോദ്യം ചെയ്തുകൊണ്ട് യുക്തിവാദികളായ സ്വതന്ത്ര ചിന്തകർ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച മൂല്യങ്ങളാണ്. ആ മൂല്യങ്ങളെയാണ്